ഗ്രീക്ക് പ്രതിരോധ മന്ത്രി നിക്കോളാസ് ഡെനഡിയാസ് ഭാരതത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി ഗ്രീക്ക് പ്രതിരോധ മന്ത്രി കൂടിക്കാഴ്ച നടത്തി. അതിർത്തി സുരക്ഷ, ആഗോള പ്രതിരോധ സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു ചർച്ച. ഭാരതം യൂറോപ്യൻ യൂണിയൻ സഹകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഗ്രീക്ക് പ്രതിരോധ മന്ത്രിയുടെ ഔദ്യോഗിക സന്ദർശന. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ഭാരതവും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നടക്കുന്ന സന്ദർശനമാണ്. എങ്ങനെയാണ് പരിപാടികൾ? രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടന്നു കഴിഞ്ഞു. മറ്റു കൂടിക്കാഴ്ചകൾ എങ്ങനെ പറയും? നിക്കോസ് ഡെനിഡിയാസ് ഇദ്ദേഹം 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായിട്ടാണ് ഗ്രീക്ക് പ്രതിരോധ മന്ത്രി ഭാരതത്തിലെത്തിയത്. ഇന്ന് അദ്ദേഹത്തിന് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഔദ്യോഗിക സ്വീകരണം ലഭിച്ചു. അതിനുശേഷം അദ്ദേഹം ഭാരതത്തിൻ്റെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമായും ആഗോള പ്രതിരോധ സഹകരണം എന്നുള്ള വിഷയത്തിൽ ഊന്നിയുള്ള ചർച്ചകളായിരുന്നു പുരോഗമിച്ചത്. അതിനുശേഷം ഇന്നിപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ തുടരുകയാണ്. നാളെ അദ്ദേഹം ബംഗളൂരുവിന് പോകും. ബംഗളൂരുവിൽ അവിടെ ഈ ഗ്രീക്കുമായിട്ടുള്ള ഒരു പ്രത്യേക ഉടമ്പടി ചർച്ചകളും അവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പങ്കെടുക്കും. ശേഷം 9-ാം തീയതിയാണ് അദ്ദേഹം മടങ്ങുക. ഈ ഗ്രീക്കുമായിട്ടുള്ള ഈ ഒരു സഹകരണം എല്ലാ തരത്തിലും ഭാരതത്തിന് ഗുണകരമാകുമെന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം അടക്കം വ്യക്തമാക്കുന്നത്. ആയുധമിടപാട്, അതേപോലെ തന്നെ ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളടക്കം ഗ്രീക്കിലേക്ക് കയറ്റുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ യൂറോപ്യൻ യൂണിയനുമായി നിശ്ചയിച്ചിരുന്ന കരാറുമായി ബന്ധപ്പെടുത്തി കൂടിയാണ് ഈ ഔദ്യോഗിക സന്ദർശനം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ശരി നന്ദൻ, എന്തായാലും യൂറോപ്യൻ യൂണിയൻ ഭാരതം തമ്മിലുള്ള ആ ഒരു കരാറിന്റെ ഭാഗമായി, അല്ലെങ്കിൽ ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗ്രീക്ക് പ്രതിരോധ മന്ത്രി നിക്കോസ് ഡെൻഡിയാസ് ഭാരതത്തിൽ എത്തിയിരിക്കുന്നത്. രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുമുണ്ട്. വിവരങ്ങൾ നൽകിയത് നന്ദഗോപനാണ്.